10ാം ക്ലാസ്സിൽ പഠിക്കുന്നല്ലേ ഞാൻ. പുരുകമൊക്കെ ഇങ്ങനെ കട്ടപ്പുറത്തെ ഋത്തിക് റോഷനെ പോലെ നല്ല ഘടോൽക്കച്ചനെ പോലെ ഉണ്ടല്ലേ. പക്ഷെ കൊള്ളാം. 10ാം ക്ലാസ്സിൽ എന്നെ കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഈ ഫോട്ടോ എസ്പെഷ്യലി ശരിക്കും ഇത്രയും കോമളപ്പം ലോലത്വമൊന്നും ഇല്ല. ഇത് ഫോട്ടോയിൽ ഇങ്ങനെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിരുന്നു. അന്ന് എന്തുകൊണ്ട് ഇന്ന് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോ മാത്രമേ കൊണ്ടുവരാവുള്ളൂ എന്ന് പോലും പറഞ്ഞു എന്തോ. എന്തായാലും ഇത് ഞാൻ തന്നെ പേര് കണ്ടല്ലോ. അപ്പോൾ മാർച്ച് 2000 പാസ് ഔട്ടായത്. ഓരോ മാർക്കുകളായിട്ട് നമുക്ക് നോക്കാം. മലയാളം ഭയങ്കര പാടായിരുന്നു. ഓർമ്മേണ്ട 2000 പാസ്സായ ആൾക്കാർ മലയാളം അത്യാവശ്യം കട്ടിയായിരുന്നു. മലയാളത്തിലാണ് ഏറ്റവും മാർക്ക് കുറവ്. പക്ഷേ മലയാളം എന്തുമാത്രമാണല്ലേ നമുക്ക് പഠിക്കാനുള്ളത്. എൻ്റെ അമ്മോ, മലയാളം എടുത്ത് പഠിക്കുന്നവർക്ക് ഓക്കെ. പക്ഷെ അല്ലാത്ത കുട്ടികൾക്കൊരു എനിക്ക് തോന്നുന്നു ഒരു പീഡനം തന്നെയാണ് അന്നത്തെ 10ാം ക്ലാസ്സിലെ മലയാളം. അതായത് എനിക്കൊരു ലോജിക്കും തോന്നില്ല. അതായത് മലയാള സബ്ജക്റ്റ് കണ്ടിന്യൂ ചെയ്യാത്ത ആൾക്കാരെ കൊണ്ട് എന്തിനാണ് ഇത്രയും പഠിപ്പിക്കുന്നത് എന്നുള്ളത്. പക്ഷേ അത് ബാക്കി സബ്ജക്ട്സിലും ബാധകമാണല്ലോ അല്ലേ. ഏതാണോ നമുക്ക് എടുക്കണമെന്ന് നമുക്കറിയാൻ പാടില്ലല്ലോ. അപ്പോൾ അതനുസരിച്ച് ബാക്കി അത് കഴിഞ്ഞിട്ടുള്ളവർ ഇഷ്ടത്തിനുള്ളത് എടുക്കുക. ബാക്കി ഞാൻ കത്തി അടിക്കുന്നില്ല. സ്റ്റേറ്റ് ആവറേജ് 20. സ്റ്റേറ്റ് ആവറേജ് എന്നൊരു സംഭവം ഒക്കെ ഉണ്ടായിരുന്നു. എപ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. എന്തായാലും സെക്കൻഡ് ലാംഗ്വേജ് ഇപ്പോഴും മാർക്ക് ലിസ്റ്റുകളൊക്കെ ഇങ്ങനെയാണ് എന്തോ അല്ലേ, എനിക്ക് അറിഞ്ഞുകൂടാ. ഇംഗ്ലീഷ് 48, പേപ്പർ 1, പേപ്പർ 2 46, ഹിന്ദി 49. എൻ്റെ അമ്മ, ഇത് കുറച്ച് കൂടിപ്പോയി. ഒരു മാർക്ക് എവിടെയാണോ എന്തോ പോയതല്ലേ. ഹിസ്റ്ററി, സിവിക്സ്. ഹലോ എവ്രി വൺ, വെൽക്കം ടു അനദർ വീലോഗ്. ഞാൻ വലിച്ച് കീറി തൊണ്ടയൊന്നും കളയുന്നില്ല. അപ്പം എല്ലാവർക്കും സുഖമാണെന്ന് പ്രതീക്ഷിക്കുന്നു. ഞാനിന്നിവിടെ കുറച്ച് കുണ്ടാമണ്ടി സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് പഴയ ഫോട്ടോസ്, പിന്നെ എൻ്റെ ഫയൽ, അതായത് മാർക്ക് ലിസ്റ്റുകൾ. ഇടയ്ക്ക് വെച്ച് ആരോ എന്തോ കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, ചേച്ചിയുടെ +2 പിന്നെ ഇതൊക്കെ മാർക്ക് ലിസ്റ്റുകളൊക്കെ എടുത്ത് കാണിച്ചൊരു വീഡിയോ ചെയ്യാം. അപ്പം ഞാനും വിചാരിച്ച് എടുത്ത് പൊക്കിക്കൊണ്ട് വന്ന് വീഡിയോ ചെയ്ത് കളയാം. ചെയ്ത് കളയാം. അതെ, കഴിഞ്ഞ പ്രാവശ്യം മറ്റേ എൻ്റെ കല്യാണ ആൽബത്തിൻ്റെ വീഡിയോ ചെയ്തത് കുറേ പേര് കണ്ട് കുറേ കമൻസൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. താങ്ക് യു സോ മച്ച്. അപ്പം അതിനകത്ത് പക്ഷേ എൻ്റെ ചില വീഡിയോസൊന്നും ആൾക്കാർ കാണുന്നില്ല. എൻ്റെ റീസൺ എനിക്ക് അറിഞ്ഞൂടാ. ഫോർ എക്സാമ്പിൾ സ്പൈസി നൂഡിൽ ചാലഞ്ചൊക്കെ ചെയ്തത്. അപ്പോൾ ചില വീഡിയോസ് ആൾക്കാർക്ക് റിലേറ്റബിൾ അല്ലെങ്കിൽ എക്സൈറ്റഡ് ആയിട്ട് തോന്നുന്നത്, ചിലത് ഇഷ്ടപ്പെടുന്നില്ല. എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ എന്തായാലും ഇത് ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ ഈ പരിപാടി തുടങ്ങിയിട്ട് കുറച്ച് നാളുകളെ ആയിട്ടുള്ളൂ. അതുകൊണ്ട് ഇതിൻ്റെ നാക്ക് കിട്ടുന്നതേ ഉള്ളൂ. അതായത് ഈ ലോങ് വീഡിയോസ് നമ്മൾ ചെയ്യുമ്പോൾ എന്താണ് കോണ്ടൻറ്റ് സെലക്ഷൻ എങ്ങനെയായിരിക്കണം എന്നൊക്കെ ഉള്ള സംഭവങ്ങളൊക്കെ. ഇപ്പോൾ ഇതിനകത്ത് മോർ കല്യാണ വീഡിയോസ് ഉണ്ട്, അൾട്രാസൗണ്ടിൻ്റെ പിക്ചേഴ്സ് ഉണ്ട്. അതൊക്കെ നമുക്ക് അവസാനം കാണാം. ആദ്യം നമുക്ക് എന്ത് കാണാം? ആദ്യം നമുക്ക് മാർക്ക് ലിസ്റ്റ് കാണണോ? ആദ്യം 10ാം ക്ലാസ്സിൻ്റെ മാർക്ക് ലിസ്റ്റ് കാണാം അല്ലേ. 10ാം ക്ലാസ്സിൽ ഞാൻ പഠിച്ചത് ഹോളി ഏഞ്ചൽസ് കോൺവെൻറ്റ്, വഞ്ചൂർ, തിരുവനന്തപുരത്തിലാണ്. നിങ്ങൾക്ക് എന്നെപ്പറ്റി ഉള്ള ഒരു അഭിപ്രായം എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ഇതാണ് ഞാൻ കാണിച്ചത്. ഫിസിക്സ് 47, കെമിസ്ട്രി 45. ഫിസിക്സും കെമിസ്ട്രിയൊക്കെ വലിയ കുഴപ്പമില്ലായിരുന്നു, പഠിക്കാൻ ഇഷ്ടമായിരുന്നു. ബയോളജിയും വലിയ കുഴപ്പമില്ലായിരുന്നു, ഇഷ്ടമായിരുന്നു. പേപ്പർ 1 49. മാത്സ് എനിക്ക് ഇഷ്ടമായിരുന്നു. പഠിപ്പിക്കുന്ന സാറെന്ന് പറഞ്ഞാൽ ട്യൂഷൻ ക്ലാസ്സിലെ സാർ അടിപൊളിയായിരുന്നു. അതുകൊണ്ട് മാത്സ് 49, 50 കിട്ടി. 50 ഫുള്ള്. എൻ്റെ അമ്മേ. അപ്പോൾ മൊത്തത്തിൽ 561. റാങ്ക് ഒന്നും ഇല്ല, ഡിസ്റ്റിങ്ഷനേ ഉള്ളൂ. റാങ്കിനൊക്കെ ഞങ്ങളുടെ സ്കൂളിലൊക്കെ അന്ന് 599 കിട്ടുന്ന ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അതിൻ്റെ 7 അയലത്ത് പോലും ഞാൻ വരാത്തത് കൊണ്ട്. പക്ഷേ എങ്കിലും എൻ്റെ പെർഫോമൻസിൽ ഞാൻ തന്നെ അഭിമാനപുളകിതയാണ്. കാരണം ഞാൻ 8ാം ക്ലാസ് വരെ എനിക്കൊന്ന് ഒരു ആവറേജ് സ്റ്റുഡൻ്റ് ആയിരുന്നു. ഒരു 500 ഒക്കെ കിട്ടുമായിരുന്നു 600-ൽ. മെയിനായിട്ട് പഠിക്കാനുണ്ടായ പ്രചോദനം എന്തെന്ന് പറഞ്ഞാൽ 8ാം ക്ലാസ്സിലായപ്പോൾ ഞാൻ എൻ്റെ ഫാമിലിയൊക്കെ താമസിക്കുന്ന ഒരു ലൊക്കേഷനിലോട്ട് ഞങ്ങൾ വീട് മാറിയപ്പോൾ പിയർ പ്രഷർ ഉണ്ടായി. അതായത് കസിൻ എല്ലാം തൊട്ടപ്പുറത്തെ വീട്ടിലാണ് കസിൻ, ഭയങ്കര പഠിപ്പിസ്റ്റാണ്. പക്ഷേ എൻ്റെ അനിയന് മാത്രം എന്തുകൊണ്ടോ ആ ഒരു പിയർ പ്രഷർ കിട്ടിയില്ല. കുത്തിപ്പിഴപ്പിച്ച് പഠിപ്പിച്ച പോലെയായി. പക്ഷേ അത് കുഴപ്പമില്ല. അത് എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാർ എന്ന് പറയുന്നത് പോലെ എനിക്കത് ലൈഫിൽ പിന്നീട് ഉപയോഗം വന്നു. പക്ഷെ ഉപയോഗം വന്നില്ലേ എന്നുള്ളത് നമുക്ക് ഒരിക്കലും അറിയാൻ പറ്റില്ല. മേ ബി ഞാൻ അങ്ങനെ പഠിച്ചില്ലായിരുന്നെങ്കിൽ എനിക്ക് ഇഷ്ടമുള്ള സബ്ജക്റ്റ് ഞാനായിട്ട് കണ്ടുപിടിച്ച് ഇഷ്ടമുള്ള ഫീൽഡിലേക്ക് പോയേനെ. ഇതിപ്പം ഒരു എക്സ്റ്റേണൽ പ്രഷർ. ഇതിപ്പം വീണ്ടും ബോറിംഗ് ടോപ്പിക്സിലേക്ക് ഞാൻ കിടക്കുന്നില്ല. എന്തായാലും അടുത്തത് എന്താണ് നമ്മൾ നോക്കേണ്ടത്? 12th ഞാൻ പഠിച്ചത് ഏത് സ്കൂളിലാണെന്ന് അറിയാമോ?
കോട്ടൺ ഹിൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ. എന്തിനാണ് അങ്ങോട്ട് പോയത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സമയത്ത് ട്യൂഷൻ എന്ന് പറയുന്ന ഒരു സംഭവം വളരെയധികം റോൾ വഹിച്ചിരുന്നു. കാരണം എൻട്രൻസ് എക്സാം അതാണല്ലോ ആ സമയത്ത്. എൻ്റെയൊക്കെ മെയിൻ ഇതെന്ന് പറയുന്നത് എൻട്രൻസ്. കാരണം എൻ്റെ വീട്ടിലെ കസിൻസും എല്ലാം എൻട്രൻസ് എന്ന് പറയുന്ന ഒരു ഇതിലേക്കാണ് പോയിക്കൊണ്ടിരുന്നത്. അപ്പം ഞാനും ആ റൂട്ട് തന്നെ ഒബ്വിയസ്ലി എടുക്കേണ്ടി വന്നു. വേറെ റൂട്ടൊന്നും എൻ്റെ പാരൻസിന് അറിഞ്ഞുകൂടാത്തതുകൊണ്ടാണോ എന്നറിഞ്ഞുകൂടാ, എനിക്ക് ആ റൂട്ടിൽ തന്നെ. എനിക്ക് പിന്നെ ഞാൻ ജോഷ് ടോക്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്ക് വേറെ പല ആഗ്രഹങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ലൈക്ക് മോഡലിങ്, അതൊന്നും പക്ഷേ എനിക്ക് പറയാൻ പോലും പറ്റൂലായിരുന്നു വീട്ടിലൊന്നും. അത് ഇതിന് മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. എനിവേസ്, കമ്മിങ് ബാക്ക് ടു നമ്മുടെ സയൻസ് ഗ്രൂപ്പാണ് എടുത്തേക്കുന്നത്. ബോർഡ് ഓഫ് ഹയർ സെക്കൻഡറി സ്കൂൾ ഞാൻ തന്നെ, വേറെ ആരുമല്ല. ഇംഗ്ലീഷിന് 150, എത്രയിലാണ് ഇംഗ്ലീഷ്? മാക്സിമം മാർക്ക് 150, എനിക്ക് കിട്ടിയ 124. സാൻസ്ക്രിറ്റാണ് സെക്കൻഡ് ലാംഗ്വേജ് എടുത്തത്. എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ ടീച്ചറിനെ കാണാൻ നല്ല ഭംഗിയായിരുന്നു, അതുകൊണ്ട് ടീച്ചറിനെ സെലക്ട് ചെയ്തു. പിന്നെ പലരും പറഞ്ഞു സാൻസ്ക്രിറ്റിന് ഇഷ്ടംപോലെ മാർക്ക് കിട്ടും, പക്ഷേ എനിക്ക് 150, 114 കിട്ടിയത്. അത്ര എളുപ്പമൊന്നും ആയിരുന്നില്ല. പലരും മാർക്കിന് വേണ്ടി ഫ്രഞ്ച്, ജർമ്മനൊക്കെ പോയി എടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ജർമ്മൻ എടുത്തവർക്കൊക്കെ നല്ല മാർക്കുണ്ടായിരുന്നു തോന്നുന്നു. ഹിന്ദി എനിക്ക് പൊതുവേ അതിൽ കട്ടപ്പാടായിരുന്നു ആ സമയത്ത്, അതുകൊണ്ട് ഞാൻ ഹിന്ദി എടുത്തില്ല. പിന്നെ ഇങ്ങനെ ഘോരമായിട്ട് പഠിക്കണം എന്നൊക്കെ വിചാരിച്ചു, പക്ഷേ സാൻസ്ക്രിറ്റിലും ഘോരമായിട്ട് പഠിക്കണമായിരുന്നു നിങ്ങൾ. അടുത്തത് നമ്മളുടെ ഈ ആക്രി പിടിച്ച പഴയ ആൽബം. ഇതൊരു 10 വർഷം പഴക്കമുണ്ട്. ഇത് പലയിടത്തു നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി ഇപ്പോൾ ഈ കോലമായിട്ടുണ്ട്. പലയിടത്തു നിന്ന് മാറ്റിയെന്ന് പറഞ്ഞാൽ ഞാൻ ചെന്നൈയിലായിരുന്നു കല്യാണം കഴിഞ്ഞ് കുറച്ച് നാൾ. ആ സമയത്ത് ഉള്ള ആൽബമാണ്. ഫുൾ കീറിപ്പറിഞ്ഞിരിക്കുകയാണ്. എങ്കിലും പഴയ ചെന്നൈ മെമ്മറീസൊക്കെ കുറച്ച് ഉണ്ട്. കല്യാണത്തിന് മുന്നത്തെ മെമ്മറീസൊക്കെ ഉണ്ട്. അപ്പോൾ ഗൈസ്, നമുക്കിനി എന്താണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്? ഞാൻ രാവിലെ എക്സർസൈസൊക്കെ ചെയ്തിട്ട് ഓലാന്നിരിക്കണം, നേരെ ഇങ്ങോട്ട് വന്നു. ആ ഒരു ഫ്രഷ് ഫീലിംഗ് മാറാതിരിക്കാൻ വേണ്ടി ടെറസിൻ്റെ മേളിൽ നല്ല ലൈറ്റ് ഉണ്ട്, അതുകൊണ്ട് അവിടെ കൊണ്ടുവച്ചേക്കാണ്. അപ്പോൾ ഇനി അടുത്ത് എന്താണ്? എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ടിരുന്നത്. അങ്ങനെ നമ്മൾ എഞ്ചിനീയറിങ്ങിന് വലിയ കുഴപ്പമില്ലാതെ പോയി. മാർക്കുകളൊക്കെ നല്ല ഭാഷയുള്ള മാർക്കുകളാണ്. നമ്മളിങ്ങനെ ഓരോന്നായിട്ട് എടുത്തു കഴിഞ്ഞാൽ 100,000 പേപ്പറുകളുണ്ട്. അതുകൊണ്ട് ഞാൻ ഫൈനലായിട്ടുള്ള ഇത് മാത്രം കാണിച്ചു തരാം. ഫെസിലിറ്റി ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, സിവിൽ എഞ്ചിനീയറിംഗ് ഫസ്റ്റ് ക്ലാസ് വിത്ത് ഡിസ്റ്റിങ്ഷൻ, അതിനും അതൊക്കെ തന്നെ ഉണ്ട്. വേറൊരു കാര്യം, ഞാനിങ്ങനെ ഫുൾ തള്ളാണെന്ന് നിങ്ങൾ വിചാരിക്കും. എന്ത് ചെയ്യാൻ പറ്റും? ഇത്രയും മാർക്ക് വാങ്ങിച്ചിട്ട് ഇതൊക്കെ വെച്ച് അടച്ചു പൂട്ടി വെക്കാനുള്ളതല്ല, എല്ലാവരും കാണിക്കാനുള്ളതാണ്. അടുത്ത് നോക്കുക. പ്രത്യേകിച്ച് പ്രയോജനമൊന്നും ഉണ്ടായില്ലെങ്കിൽ ഒരു യൂട്യൂബ് വീഡിയോ എങ്കിലും നമുക്ക് ഇറക്കാമല്ലോ. അതാണ് ഇത്. അടുത്ത് നോക്കുക. കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ട്രിവാൻഡ്രം അലുമിനി അസോസിയേഷൻ എന്തരാക്ക് കിട്ടിയതാണ്. ഐ ആം ഹാപ്പി ടു ഇൻഫോം യു ഹാവ് ബീൻ സെലക്ടഡ് ഫോർ ദ ഡോക്ടർ എൽ ശ്രീനിവാസ അയ്യർ അവാർഡ് ഫോർ സിവിൽ എഞ്ചിനീയറിംഗ് സ്റ്റുഡൻറ്റ് വിത്ത് ഹയസ്റ്റ് മാർക്സ് ഇൻ സ്ട്രക്ചറൽ എഞ്ചിനീയറിംഗ് ഇലക്റ്റീവ്. സ്ട്രക്ചറൽ എഞ്ചിനീയറിംഗ് എന്താണെന്ന് പോലും ഇപ്പോൾ എനിക്ക് ഓർമ്മയില്ല. എന്തായാലും ഫൈനൽ ഇയറിൽ അതിന് ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടിയ ഒരാളാണ് ഞാൻ. അങ്ങനെയൊക്കെ സംഭവിച്ചു ഗൈസ്. എന്തിനു വേണ്ടി തിളയ്ക്കുന്ന സാമ്പാർ എന്ന് ഇതിനെ മാത്രമാണ് പറയുന്നത്. അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ മെയിനായിട്ടുള്ള സർട്ടിഫിക്കറ്റുകൾ. പിന്നെ ഒരു സർട്ടിഫിക്കറ്റുകളൊക്കെ നിറയെ ഉണ്ട്. ഇനി ഞാൻ അതൊന്നൊക്കെ പുറത്തെടുത്ത് കാണിക്കണോ വേണ്ടിയെന്ന് ഇങ്ങനെ ആലോചിക്കുകയാണ്. പിന്നെ നമ്മളെ ജോലിയുടെ എന്തിനാണ് ഓഫർ ലെറ്ററുകൾ, അങ്ങനത്തെ കുറേ സംഭവങ്ങളാണ് ഇതിനകത്തുള്ളത്. പിന്നെ നമ്മൾക്ക് ഈ ഇതിലേക്ക് പോവാം. ഫോട്ടോ സോറി, ഞാൻ മാത്രമാണല്ലോ നിങ്ങൾ ഇത്ര നേരം കണ്ടുകൊണ്ടിരുന്നത്. ഞങ്ങൾ US-ലായിരുന്നപ്പം ഇങ്ങനെ കുറേ 2-3 ഫോട്ടോ സെഷൻ, അവിടെ ഇങ്ങനത്തെ ഒരു ചടങ്ങാണ്. ഇങ്ങനെ ഫോട്ടോ എടുക്കണമെന്ന് പറയണത് തന്നെ ഭയങ്കര എക്സ്പെൻസീവ് സംഭവമാണ്. അതായത് ഒരുപാട് പൈസ കൊടുത്താണ് പറ്റുന്നത് മാത്രമേ കാണിക്കാം. ഇത് കാണിച്ചത് ഇതൊരു പഴയ ഫോട്ടോയാണ്. ഇതിലേ ക്ലിയർ അല്ല, അതുകൊണ്ടാണ് ഇത് ക്ലാരിറ്റി ഇല്ലാതിരിക്കുന്നത്. അയ്യോ, എന്നെ കാണാൻ നല്ല ക്ലാരിറ്റി ഇല്ല. ഇത് ഏതൊരു ഹോട്ടലിൽ നമ്മൾ കല്യാണത്തിന് മുന്നേ പോയ ഫോട്ടോയാണ്. അതാണ് വിറ്റ്. നമ്മുടെ നാട്ടിൽ കല്യാണത്തിന് മുന്നേ പാരൻസ് തമ്മിൽ എല്ലാം ഉറപ്പിക്കും. കല്യാണത്തിന് മുന്നേ വിളിച്ചിട്ട് പറയും, ഇതാണ് പയ്യൻ, ഇതാണ് കല്യാണം കഴിക്കാൻ പോണത്. എന്നിട്ട് 2 പാരൻസും കൂടെ ചെന്നൈ വന്നിട്ട് നമ്മളെ പരിചയപ്പെടുത്തി തരാൻ വേണ്ടി പരിചയപ്പെടുത്തി തരുന്ന ആളെ ഇപ്പം ഞാൻ കെട്ടാന്ന് പറഞ്ഞ് നമ്മൾ 2 പേരും അതിന് മുന്നേ തന്നെ ഒരു പ്രാവശ്യം മീറ്റ് ചെയ്ത്. അല്ലാതെ പിന്നെ ഇതൊന്നും എന്തോ വെള്ളരിക്കപ്പെട്ടണോ? പാരൻസ് പറയും ഇതാണ് കൊച്ച്, ഇതിനെ കെട്ടിക്കോ. ഇതൊക്കെ എവിടെ നടക്കും? അല്ല, ഞാൻ അറിയാൻ പാടില്ലാത്തതുകൊണ്ട് ചോദിക്കണം. നമ്മൾ കേട്ട് വിശ്വസിക്കും എന്ന് അവരും വിചാരിച്ച്. എന്തായാലും നമ്മളതൊന്നും ചെയ്തില്ല. നമ്മളതിന് മുന്നേയൊക്കെ മീറ്റ് ചെയ്ത്
ഓക്കെ ആണെന്നൊക്കെ ഉറപ്പ് വരുത്തിയിട്ടാണ് പാരൻസ്. പക്ഷേ അത് പാരൻസിൻ്റെ അടുത്ത് പറഞ്ഞില്ല. ഇപ്പം എന്തായാലും അവർ അറിഞ്ഞു കാണും. അല്ല, അവർ മുന്നേ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. എന്തായാലും അതൊക്കെയാണ് നമ്മുടെ നാട്ടു നടപ്പ്. അതായത് അമേരിക്കയിലുള്ള പയ്യൻ വരുന്നു, പയ്യനെ വന്നിട്ട് കാണുന്നു, കെട്ടുന്നു. ശരിക്കും അവർ ഫോണിലൊക്കെ സംസാരിക്കുന്നുണ്ടായിരിക്കും, വീഡിയോ കോളൊക്കെ, അതൊക്കെ സ്റ്റിൽ ഓക്കെ. പക്ഷെ എങ്ങാനും നേരിട്ട് കാണാതെയൊക്കെ എങ്ങനെയാണോ എന്തോ, അതെനിക്ക് ഒരിക്കലും മനസ്സിലാവാത്തൊരു കാര്യമാണ്. പിന്നെ അമേരിക്കയൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല അല്ലേ, എന്തോ അതെനിക്ക് അറിഞ്ഞൂടാ. ആ ഒരു സിറ്റുവേഷൻ വന്നാലേ എനിക്കതിനെപ്പറ്റി പറയാൻ പറ്റുള്ളൂ. പിന്നെ ഇത് വേറൊരു ഞാനാണ്. പക്ഷെ എവിടെ ഇതെന്തോന്നല്ലേ, എനിക്ക് തോന്നുന്നു പത്താം ക്ലാസ് അല്ല, ഇത് എൻജിനീയറിംഗ് കോളേജിൽ തന്നെ കരിയർ ഗൈഡൻസ് പ്ലേസ്മെൻറ്റ് യൂണിറ്റിൻ്റെ അവർക്ക് കൊടുക്കാൻ വേണ്ടി. കാരണം ഫോട്ടോ കളർ പടമായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും എൻജിനീയറിംഗ് ഫൈനൽ ഇയറാണ്. അത് കഴിഞ്ഞിട്ടുള്ള ഫോട്ടോസ് എന്താണ് വേറെ, അതാണ് ഞാൻ പറഞ്ഞത്. അപ്പം ഇതിനകത്ത് കല്യാണത്തിൻ്റെ ഇതും കല്യാണത്തിന് മുന്നേ ഉള്ളതാണ്. ഇത് ചെന്നൈയിൽ എന്തോ ബോട്ട് റേസ്, കല്യാണത്തിന് മുന്നേ ആണോ കഴിഞ്ഞിട്ടാണോ എന്ന് എനിക്ക് ഓർമ്മയില്ല. മുന്നേ ആവാനാണ് ചാൻസ്. അതുകൊണ്ട് കുഞ്ഞല്ലേ, ഇതെന്തോ തുലാഭാരം നടത്തണം. അതാ മിസ്കാരേജുകളൊക്കെ കഴിഞ്ഞപ്പോൾ അമ്മയുടെ നേർച്ചയായിരുന്നു എന്ന് തോന്നുന്നു. എന്താണ് നേർന്നാലെങ്കിലും കൊച്ചുണ്ടാകുമോ എന്നുള്ള ആ ഒരു സമയത്തുള്ള നേർച്ചയാണ്. എന്തായാലും വേറൊരു ഫോട്ടോ ഇത് ഞാൻ കണ്ണടച്ച് വെച്ചേക്കാണ്. പക്ഷേ അപ്പോൾ കല്യാണത്തിൻ്റെ ഫോട്ടോ നിങ്ങൾ ഓൾറെഡി കണ്ടല്ലോ അല്ലേ. അപ്പോൾ ഇന്നലെ ഞാനൊരു കല്യാണം റിലേറ്റഡ് ഒരു റീൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ലൈക്ക് നമ്മുടെ ഇവിടെ ഒരു ഡോക്ടർ മരിച്ചില്ലേ, ഡോക്ടർ ഷഹാന, ഡൗറിക്ക് വേണ്ടി പെണ്ണിനെ കളഞ്ഞ ആ ഒരു സംഭവം. അപ്പോൾ ഞാനതിനെപ്പറ്റി വീഡിയോ ചെയ്തപ്പോൾ ഒരാൾ പറയുന്നുണ്ടായിരുന്നു, ചേച്ചിയുടെ കല്യാണത്തിൻ്റെ ഫോട്ടോ ഒക്കെ നമ്മൾ കണ്ട് കല്യാണത്തിൽ എത്രമാത്രം സ്വർണ്ണം ഇട്ടുകൊണ്ടാണ് നിൽക്കുന്നത്. അതിൻ്റെ സത്യാവസ്ഥ ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ അന്നത്തെ കാലത്തും ഇപ്പോഴത്തെ കാലത്താണെങ്കിൽ കൂടെ നമ്മുടെ നാട്ടിൽ ഏതെങ്കിലും ഒരു പാരൻറ്റ് മക്കൾക്ക് സ്വർണ്ണം ഇടാതെ കല്യാണം കഴിപ്പിച്ച് വിടുമോ? ലൈക്ക് ഈവൻ ഇഫ് ചെറുക്കൻ്റെ ആൾക്കാർ പറയും ഞങ്ങൾക്ക് സ്വർണ്ണം വേണ്ട, ഞങ്ങൾക്ക് ഡൗറി വേണ്ട, ഒന്നും വേണ്ട എന്ന് തന്നെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരും അങ്ങനെ സ്വർണ്ണം ഇടാതെ. എൻ്റെ അനിയൻ്റെ കല്യാണത്തിൽ അവർ കുറച്ച് സ്വർണ്ണം ഇട്ടുള്ളൂ. അത് അവരുടെ വീട്ടുകാർക്ക് അങ്ങനെയാണ് ശരിയെന്ന് തോന്നി. അങ്ങനെ അത് ഓക്കെ, അത് അടിപൊളിയാണത്. പക്ഷേ എൻ്റെ വീട്ടുകാർക്കൊന്നും അങ്ങനത്തെ സംഭവമേ ഇല്ല. എത്രയും കൂടുതൽ സ്വർണ്ണം ഇട്ട് നാട്ടുകാരെ കാണിക്കാമോ അങ്ങനെ ഇടണം. അങ്ങനത്തെ ഒരു കൾച്ചറാണ് എൻ്റെ വീട്ടുകാർക്ക് ഇപ്പോഴും. അല്ലെങ്കിൽ അവരൊക്കെ മേ ബി പോയിട്ട് എൻ്റെ വീട്ടുകാർ ഞാൻ കുറ്റം പറയണതല്ല, അങ്ങനെയാണ് അവർ, അത്രേ ഉള്ളൂ. അപ്പം ഇപ്പം വേറെ എനിക്ക് അറിഞ്ഞൂടെ, ഇപ്പോഴത്തെ എല്ലാ കല്യാണത്തിനും ഇപ്പോഴും ഇങ്ങനെയൊക്കെ തന്നെ. നമ്മുടെ നാട്ടുകാരെ ചിന്താഗതി ഒരിക്കലും മാറാൻ പോണില്ല. മേ ബി ഈ 2-3 ജനറേഷൻ കഴിയുമ്പം ചിലപ്പോൾ ഇങ്ങനെ ഈ സ്വർണ്ണമൊക്കെ എടുത്ത് വെച്ച് എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ ഓക്കെ, മേ ബി ഫ്യൂച്ചർ ജനറേഷൻ നമുക്ക് കൊടുക്കായിരിക്കും. അല്ല, നമ്മൾ നിന്നിട്ട് വേണേൽ നമ്മുടെ ഫ്യൂച്ചർ ജനറേഷന് കൊടുക്കാൻ. ഈ പൈസ ഇത്ത് കളയണ സ്വർണ്ണമൊക്കെ നമ്മൾ വേറെ എന്തെങ്കിലും കാര്യത്തിന് നമുക്ക് യൂസ് ചെയ്യാമായിരുന്നു. മേ ബി നമ്മളെന്തെങ്കിലും ഇതൊരു ഇൻവെസ്റ്റ്മെൻ്റ് ആണ്, അങ്ങനെ വിചാരിക്കുന്ന ആൾക്കാരും കാണും. പക്ഷേ ഈ ഇപ്പം തിന്നാൻ കിട്ടാതെ ഭാവിയിലേക്ക് എടുത്ത് ഇൻവെസ്റ്റ് ചെയ്യണതിൽ എനിക്കത്ര വലിയ ഒരിതില്ല. ഇപ്പം എനിക്ക് തിന്നാനില്ല എന്നല്ല ഞാൻ പറയണത്, പല വീടുകളിലും അങ്ങനെ ഉണ്ട്. തിന്നാനില്ലാത്ത അടുത്തുനിന്ന് കടമെടുത്ത് പലിശ കൊടുത്ത് സ്വർണം വാങ്ങിച്ച് വീട്ടുകാർ പാപ്പരായ അവസാനം കെട്ടിത്തൂങ്ങി ചാങ്ങേണ്ട അവസ്ഥ വരുത്താതെ ഇരിക്കാനുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. അപ്പം ഞാൻ പറയണ ഈ സ്വർണം എന്നിട്ട് അപ്പം ഞാൻ എൻ്റെ കിട്ടിയ സ്വർണ്ണം ഞാൻ എൻ്റെ കയ്യിലാണ് ഇപ്പോഴും വെച്ചേക്കുന്നത്. അല്ലാതെ ഞാൻ എൻ്റെ അമ്മായിയമ്മയ്ക്കും കൊടുത്തിട്ടില്ല, എൻ്റെ ഭർത്താവിനും കൊടുത്തിട്ടില്ല. അത് എൻ്റെ ആവശ്യത്തിന് ഒരിക്കലും ഞാൻ എടുത്തിട്ടുമില്ല. അപ്പം ഇങ്ങനെ പറയണ എത്രയോ വീടുകളുണ്ട്. ലൈക്ക് നീ കൊണ്ടുവരുന്ന സ്വർണം ഞങ്ങൾക്ക് എന്താണ് ഭർത്താവിൻ്റെ വീട്ടിന് വെക്കാനുള്ളതാണ്. അങ്ങനത്തെ ആറ്റിറ്റ്യൂഡൊക്കെയാണ് ശരിയാവുക. അതിന് സബ്ജക്റ്റ് ഇത് മാറിപ്പോയി, പിന്നെയും മാറിപ്പോയി. മോർ ഫോട്ടോസ് ഇവിടെ നമ്മൾ ഓൾറെഡി കണ്ടതാണെങ്കിലും ഒന്നും കൂടെ കാണിക്കാം. ഈ വിഷയം വന്ന എൻ്റെ അനിയൻ അവിടെ ആരെടുത്തോ സംസാരിച്ചു. ഇത് റിയയുടെ ഒരു പഴയ ഫോട്ടോ, നമ്മൾ US-ലുണ്ടായിരുന്നപ്പോൾ ഉള്ള ഫോട്ടോയാണ്. മുഖമൊക്കെ ഭയങ്കരമായിട്ട് ഡിഫറെൻ്റ് ആയിട്ടിരിക്കുന്നു അല്ലേ. ഇത് മോർ കല്യാണ ഫോട്ടോ. ഇത് എന്തിനാണെന്ന് വെച്ചാൽ ഞാൻ വിസ അപ്പോയിൻമെൻറ്റിന് വേണ്ടി കുറച്ച് ഫോട്ടോസ് എടുക്കണമായിരുന്നു. അപ്പം ഇത് ഇഷാൻ്റെ ഒരു ചെറിയ പഴയ ഫോട്ടോ. അപ്പോൾ അതിനു വേണ്ടി ഞാൻ എടുത്തു വെച്ചത് ഇപ്പോഴും ഇതിനകത്ത് സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എനിക്ക് ഇഷാൻ്റെ റിയയുടെയും ഫോട്ടോ കാണിച്ചു തരാം. ഇഷാൻ റിയയും കൂടെ ഉള്ള എനിക്ക് തോന്നുന്നു റിയയ്ക്ക് എത്ര
6 months ഒക്കെ ഉള്ളപ്പോഴാണ് തോന്നുന്നത്. ഇഷാൻ്റെ വേറെ ഇതൊക്കെ സ്കൂളിൽ നിന്ന് ഇവിടെ എന്തോ റോഡ് പണി നടക്കുന്നത്. ഡ്രില്ലറിൻ്റെ സൗണ്ട് ഞാൻ വലിച്ചു കയറി സംസാരിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുള്ളൂ. ഇതൊക്കെ റിയയുടെ പഴയ ഉള്ള ഫോട്ടോകളാണ്. ഇത് ചോറൂണിൻ്റെ ഫോട്ടോ. പിന്നെ ഇത് ഞാനും സിപിയും കൂടെ എന്തോ ഹോളിഡേ പാർട്ടിക്ക് പോയപ്പോൾ എടുത്ത ഫോട്ടോ. ഒന്ന് റിയയുടെ വേറൊരു ഫോട്ടോ. ഇതാ ഹോളിഡേ പാർട്ടിയുടെ ബാക്കി. ഇത് അമേരിക്കയിലുള്ള ഫോട്ടോസാണ് ഇതൊക്കെ. ഞാൻ വേറെ ദിവസം പക്ഷേ അമേരിക്കയിലുള്ള പകുതി ഫോട്ടോസിനെ നമ്മൾ പ്രിൻ്റൊന്നും എടുത്തു വെച്ചിട്ടില്ല. അത് മേ ബി ഞാൻ കമ്പ്യൂട്ടറിൽ എടുത്തു വെച്ച് വേറെ ദിവസം കാണിച്ചു തരാം. അതിന് അൾട്രാസൗണ്ടിൻ്റെ ഫോട്ടോ അവിടെ അതൊക്കെ എന്തോന്നല്ലേ ഇതിൽ കണ്ടിട്ടും പ്രത്യേകിച്ചൊന്നും. ഇത് റിയയുടെ അൾട്രാസൗണ്ടിനാണ്. ഇഷാൻ്റെത് എവിടെ പോയോ എന്തോ. ഞങ്ങൾ US-ലായിരുന്ന സമയത്ത് ഒരു ദിവസം ഒരു കള്ളം കയറി. അപ്പോൾ അത് ഈ ഡാമേജ് ഒന്നും ഉണ്ടാക്കിയില്ല. 10 സെക്കൻഡ് കയറി സംഭവങ്ങൾ എടുത്തിട്ട് പോയി. അതായത് ഒരു പ്ലാസ്റ്റിക് ആർട്ടിഫിഷ്യൽ വളയൊക്കെ ഉള്ള ബാഗ് ഉണ്ടായിരുന്നു, അതെടുത്തിട്ട് പോയി. പാവം കള്ളൻ. പക്ഷേ ഒരു താലിമാല ഉണ്ടായിരുന്നു എൻ്റെ. അത് പക്ഷേ എനിക്ക് തിരിച്ച് കിട്ടി. അത് ആ പോലീസ് തന്നെ ട്രാക്ക് ഡൗൺ ചെയ്ത് പിടിച്ചെടുത്ത് എനിക്ക് ഞാൻ പക്ഷേ പൈസ കൊടുത്ത് എൻ്റെ താലിമാല തിരിച്ച് വാങ്ങിച്ച്. അങ്ങനത്തെ അതൊക്കെ ഞാൻ വേറെ ദിവസം പറഞ്ഞുതരാം. അതൊക്കെ നിങ്ങൾക്ക് ബോറടിയും കേട്ടോ. അതുകൊണ്ടൊരു എന്തായാലും അതിനുശേഷം പിന്നെ ഞാൻ താലി ഊരിയിട്ടില്ല. അത് ഫുൾ ടൈം ഇട്ടുകൊണ്ടിരിക്കുമായിരുന്നു. താലിമാലയല്ല, താലിയുടെ ആ സാധനം. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പം അതൊക്കെയാണ് വീഡിയോസ് കാര്യങ്ങളും. ഓക്കെ, ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമക്കി പിടിക്കുക. ഓക്കെ, ടാറ്റാ, ബൈ ബൈ, താങ്ക് യു ഫോർ വാച്ചിങ്.